ഹലോ നമസ്കാരം, എല്ലാവർക്കും ജോസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിശേഷം വേറെ ഒന്നല്ല, നമ്മുടെ പോത്തുകളൊക്കെ ചെറിയ തോതിൽ കാണിക്കുന്നുണ്ട്. അത് എന്തിനാണെന്നൊക്കെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ പോത്തിന് പുല്ലരിയുന്ന മെഷീൻ്റെ കാര്യങ്ങൾ എല്ലാം കാണിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു പോത്ത് കർഷകന് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. വേനൽക്കാലമൊക്കെ അല്ലേ, കുറേ ആൾക്കാർ മെഷീൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. എല്ലാം കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഫുള്ളായിട്ട് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് നമ്മുടെ പറമ്പിലെ പുല്ലാണ് കേട്ടോ, നമ്മുടെ അല്ല, തൊട്ടപ്പുറത്തെ പറമ്പിലെ പുല്ലാണ് അടിക്കുന്നത്. അവർക്ക് തിന്നാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഇത് ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ പുല്ലടിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് പെണ്ണിനോട് വീഡിയോ എടുക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ അവിടെ ഞാൻ വൺ സൈഡാണ് അടിക്കുന്നത് കേട്ടോ, അതുകൊണ്ട് തെറിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഞാൻ ചൊവ്വാഴ്ച 2 ദിവസം അരിഞ്ഞ സ്ഥലമാണ്, പാടാണ് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ പുല്ലടിക്കുന്നത്. മറ്റേത് ഞാൻ ട്രയൽ നിങ്ങൾക്ക് കാണിച്ചു തന്നാണ്. ഇവിടെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും ആരും ഇല്ല. അപ്പോൾ അരിഞ്ഞതിന് ശേഷം നിങ്ങൾക്കൊരു വീഡിയോ എടുത്ത് ഒപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ മറ്റേത് ഞാൻ കറക്റ്റായിട്ട് വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. വെളുപ്പിലത്തെ പുല്ല് നമ്മൾ അടിക്കുന്നത് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. ഇതിനാണ് ഞാൻ 2 ദിവസം അരിഞ്ഞ ഒരു സ്ഥലമാണത് ഈ കാണുന്നത്. എങ്ങനെയുണ്ട്? അപ്പോൾ ഇതേ 2ാമത്തെ ദിവസത്തെ പുല്ലാണ്. ഇതേമാതിരി ഫസ്റ്റ് ദിവസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ ഞാൻ ഡിസംബർ മാസം ലേശം തെക്കും തിരക്കും ബഹളമായിരുന്നു. ഓരോരോ കാര്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറി നടക്കായിരുന്നു. അതുകൊണ്ട് തന്നെ പോത്തുകളൊക്കെ ചെറിയ തോതിൽ ചടച്ചിട്ടുണ്ട് ഉള്ളത് പറയാമല്ലോ. പക്ഷേ ആ ചടവൊക്കെ ഞാൻ ഒരു ഫെബ്രുവരി പകുതിയാകുമ്പോഴേക്കും, അതായത് ചെറു പെരുന്നാൾ നോമ്പ് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ പോത്തുകളൊക്കെ ഒരുവിധം തിരക്കേടില്ലാണ്ടാവും. അപ്പോൾ നമ്മുടെ പോത്തുകളൊക്കെ ഇപ്പോൾ എന്തോരം തൂക്കമുണ്ട്, അതുമാതിരി തന്നെ ഇനി എത്ര തൂക്കം വരും എന്നുള്ളതൊക്കെ നിങ്ങളൊന്ന് ജസ്റ്റ് ചെയ്യുക. ഇപ്പോഴത്തെ ഏകദേശം തൂക്കം ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുന്നുണ്ട്. ഇവനാണ് നമ്മുടെ വലിയവൻ. ഇവനെ ലേശം ക്ഷീണം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്ഷീണം പറ്റീൻ്റെ. അന്ന് അത്ര മോശത്തിലേക്കൊന്നും പോയിട്ടില്ല. നമുക്ക് ലേശം പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറവ് ഞാനൊന്നും ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിൽ കുറച്ച് വക്കോലും കുറച്ചുള്ള വെളുപ്പിലത്തെ കുറച്ച് പുല്ലൊക്കെ ആയിട്ടാണ് നിന്നിരുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ വീണ്ടും നല്ല അടിപൊളിയായിട്ട് ഇവരെ മെയിൻറ്റെയിൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് കാലത്ത് നേരത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വയറൊട്ടി കിടക്കുകയാണ്. പക്ഷേ ഇത് വലിയ പോത്തല്ല കേട്ടോ, ഇത് നമ്മുടെ കയ്യിലുള്ള വേറെ പോത്താണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഓരോരോ പോത്തിനെ ജസ്റ്റ് കാണിച്ചു തരാം. ഇത് നമ്മുടെ പഞ്ചായത്തിലുള്ള പോത്ത്. ഇവന് ഏകദേശം ഒരു 300 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ഉണ്ടാവും. ഇവൻ ഒരു 350 കിലോൻ്റെ റേഞ്ചിൽ ലൈവ് ഉണ്ടാവും. അതിൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്ന പോത്ത് ഏകദേശം 400 കിലോയ്ക്ക് മേലെ ഇത് ഉണ്ടല്ലോ, ദൈവം കേട്ടോ. ഇവൻ 400 കിലോയ്ക്ക് മേലെ ലൈവ് ഉണ്ടാവും. അപ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പോത്ത് എന്തോരം ഉണ്ടാവും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണക്കാക്കുക. ക്ഷീണം പറ്റിയിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ആ ക്ഷീണമൊക്കെ ഒരു മാസം 1.5 മാസത്തെ കൊണ്ട് നമ്മൾ ക്ഷീണമൊക്കെ റിക്കവർ ആവും. ഇനി നമ്മളിവർ അത്രയും ദൈവം സഹായിച്ച് നമുക്കും പോത്തിനൊന്നും ആരോഗ്യത്തിന് വേറെ പ്രശ്നങ്ങളില്ലെങ്കിൽ അത്രയും നമ്മൾ ശ്രദ്ധിച്ചായിരിക്കും ഇവർ ഓരോ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സപ്ലിമെൻറ്റ്സ് നമ്മൾ കൊടുത്തു തുടങ്ങി, ഗ്രൈൻഡ് മരുന്ന് സെറ്റാക്കി ഇതേ സപ്ലിമെൻറ്റ്സ് കൊടുത്തു തുടങ്ങി, കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. ഫസ്റ്റ് ടൈം സപ്ലിമെൻറ്റ്സ് ആണ്. അപ്പോൾ അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ പോത്ത് 350 കിലോൻ്റെ റേഞ്ചാണ്. ഞാൻ അപ്പുറത്ത് നിൽക്കുന്ന വലിയ പോത്ത് തൊട്ട് 400 കിലോൻ്റെ മേലെ നിൽക്കുന്ന പോത്താണ്. അപ്പോൾ നമ്മുടെ വലിയ പോത്ത് ഏകദേശം ലൈവ് തൂക്കം എത്ര ഉണ്ടാവും ചോദിച്ചു കഴിഞ്ഞാൽ 700 കിലോ സിമ്പിളായിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വെറുതെ പറയുന്നതല്ല. പക്ഷെ നമ്മുടെ പോത്തിൻ്റെ ഇപ്പോൾ ലോങ് സൈസ് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് വലുപ്പം മനസ്സിലാവും. എന്നാലും ചടവുണ്ട് കേട്ടോ. ഫില്ലിങ് മോശമൊന്നുമില്ല. എന്നാലും ഒരു പൊടിക്ക് ബാക്ക് കൊണ്ട് ഫ്രണ്ട് കൊണ്ട് ആക്കാൻ കുറവില്ല. ബാക്ക് കൊണ്ട് ഒരു പൊടിക്ക് പച്ചപ്പുല്ലും പിന്നെ നമ്മൾ ഒരു നേരമാണ് കൈത്തീറ്റ വെച്ച് കൊടുക്കുന്നത്. ഇപ്പോൾ വീണ്ടും കൈത്തീറ്റകളൊക്കെ ഹെവിയാക്കി തുടങ്ങി. എന്താ പറയുക, അതേമാതിരി പച്ചപ്പുല്ല് എല്ലാ ദിവസവും തിന്നാൻ വയറ് നിറച്ച് തിന്നാൻ കൊടുത്തു തുടങ്ങി. എല്ലാ ദിവസവും വെള്ളത്തിൽ കൊണ്ടുവന്ന് കെട്ടി തുടങ്ങി. ആണ്ടോ വലിപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ. ആദ്യമൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ വെളുപ്പിലുള്ള പുല്ല് നമ്മളില്ലെങ്കിൽ തന്നെ വേറെ ആൾക്കാരോടൊക്കെ പറഞ്ഞ് വെളുപ്പിലുള്ള പുല്ല് തന്നെ 1-2 ദിവസം അങ്ങനെ വെട്ടിയിട്ട് കൊടുത്ത് അങ്ങനെ ഒരു മാസം എനിക്ക് 1-2 അങ്ങനെ ഓരോ കാര്യങ്ങളും ഓരോരോ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇത് പെരുന്നാളോട് തുടങ്ങി. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിലുണ്ട്. മറ്റേത് നമ്മൾ കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി നിൽക്കേണ്ട ആവശ്യം വന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻ്റെ പോത്തിനാണോ കുളമ്പ് കേട് ഉണ്ടായിരുന്നതെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ തോന്നും. ഒരിക്കലും എൻ്റെ പോത്തിനല്ല കേട്ടോ കുളമ്പ് കേട് ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീഡിയോ ചെയ്യാൻ കുറച്ച് മടി പിടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ മൈക്ക് നാശമായി. അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ ഈ വീഡിയോ തന്നെ എഡിറ്റ് ചെയ്യാനായിട്ട് ഞാൻ 1-1.5 ആഴ്ച ഇരിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പോഴത്തെ വീഡിയോ അല്ല കേട്ടോ, അതാണ് ഞാൻ പറയാൻ വന്ന കാര്യം. ഏകദേശം ജനുവരി 1 ഡിസംബർ ലാസ്റ്റോട് കൂടി എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ മോട്ടറിൻ്റെ ബ്ലേഡ് കണ്ടില്ലേ നിങ്ങൾ, ടാഗ് അല്ല കേട്ടോ. ജനുവരി 1 കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുള്ളത്. അതിൽ ഡിസംബർ ലാസ്റ്റത്തും ഉണ്ട്, ജനുവരി 1 വീഡിയോ ഉണ്ട്. അതെല്ലാം കൂടി നമ്മൾ ആഡാക്കിയേക്കണതാണ്. പരമാവധി നമ്മൾ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാനാണ്. ഇപ്പോൾ പോത്തിന് നമ്മുടെ പോത്തിന് ക്ഷീണമാണ് നമ്മൾ തന്നെ സമ്മതിച്ചു. നമ്മൾ നോട്ടക്കുറവുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തീരും കേട്ടോ. അതൊക്കെ ഈ ഒരു 4 മാസത്തിനുള്ളിൽ തീരും. അപ്പോൾ ഇവിടെയാണ് ഈ മോട്ടറിൻ്റെ ഓണും ഓഫും ഇതേ കണ്ടോ.
അപ്പോൾ മോട്ടർ ഓൺ ഓഫാക്കി സേഫ്റ്റി ഗ്ലാസ് എപ്പോഴും നിർബന്ധമാണ്. ബെൽറ്റ് നമുക്ക് ഇല്ലാണ്ട് അടിക്കാൻ പറ്റില്ല, പക്ഷേ സേഫ്റ്റി ഗ്ലാസും ഗംബൂട്ടും തീർച്ചയായിട്ടും. പിന്നെ നിങ്ങൾ ഈ ബ്ലേഡ് അത്ര ഹെവി ആണെന്ന് കരുതുമ്പോൾ ഒരിക്കലും കല്ലോ സാധനങ്ങളോ റിട്ട് അടിക്കില്ല എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീശില്ല, നമ്മൾ വൺ സൈഡാണ് അടിക്കുക. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് കാണിച്ചു തരാം കേട്ടോ. അതാണ് നമ്മുടെ ബെൽറ്റ്, അതുമേലാണ് ഹാങ് ചെയ്യുക. അപ്പോൾ സേഫ്റ്റി ഗ്ലാസും അതുപോലെ തന്നെ ഗംബൂട്ടില്ലാണ്ട് നമ്മൾ കളിക്കാതിരിക്കുക. പിന്നെ നമ്മൾ 2 വീലർ ഉപയോഗിക്കുന്ന മാതിരി തന്നെ ശ്രദ്ധിച്ച് കൈകാര്യങ്ങൾ ചെയ്യുക. അതുമാത്രമല്ല, വേറൊരു കാര്യം പറയാനുള്ള ബ്ലേഡാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കല്ല് അങ്ങനത്തെ സ്ഥലത്തൊക്കെ അടിക്കുമ്പോൾ, ഞാനിപ്പോൾ പാടത്തൊന്നും അടിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല, എന്നാലും ചില്ലൂപ്പി, കല്ല്, പ്ലാസ്റ്റിക് ഊപ്പി, കമ്പി, വടി, വിറക്, ആ സാധനങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ ഹെവി സ്പീഡ് കൊടുത്ത് അടിക്കില്ല. പിന്നെ അതുകൊണ്ടാണ് വൺ സൈഡ് അടിക്കുക എന്ന് പറഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിക്കുമ്പോൾ ആകെ തെറിക്കും. അപ്പോൾ വൺ സൈഡ് നമ്മളൊരു ഒതുക്കത്തിൽ പുല്ല് അങ്ങോട്ട് ഒരു സ്ഥലത്തേക്ക് ആഞ്ഞെടുക്കും. നിങ്ങൾക്കത് വീഡിയോയിൽ തീർച്ചയായിട്ടും മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടുത്തിൻ്റെ. ബ്ലേഡ് ഹെവിയാണ് കേട്ടോ. അതായത് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഈ ബ്ലേഡ് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അല്ല കല്ലുമ്മലൊക്കെ കൊണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഒന്നും പൊട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ കണ്ടമാനം ഹെവിയാക്കി അടിക്കില്ല. അങ്ങനെ അടിക്കുകയാണെങ്കിൽ തന്നെ വൺ സൈഡാണ് സിമ്പിളായിട്ട് അടിച്ചെടുക്കുക. നമ്മൾ ആക്സിലേറ്റർ കുറച്ചും കൂട്ടി അങ്ങനെ പിടിച്ച് നിൽക്കില്ല. അപ്പോൾ ഷിവറിങ്ങും ഭയങ്കര ഹെവി പ്രഷറൊക്കെ വരും. അപ്പോൾ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ആക്സിലേറ്റർ വിടും, വീണ്ടും പുല്ലിൻ്റെ അവിടേക്ക് എത്തുമ്പോൾ ആക്സിലേറ്റർ കൂട്ടും. അങ്ങനെയൊക്കെയാണ്, അതൊരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റിലാണ്. പിന്നെ നമ്മൾ വെളുപ്പിൽ നമുക്ക് വർക്ക്ഷോപ്പ് പണി ആയതുകൊണ്ട് തന്നെ എൻ്റെ കയ്യുമൊക്കെ ലേശം പെയിൻറ്റ് ഉണങ്ങി പിടിച്ചിട്ടുണ്ടാവും. അതാണ് കൈ ഒരു ബ്ലാക്കിഷ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചളിയല്ല കേട്ടോ, അത് നഖത്തിൻ്റെ അവിടെയൊക്കെ പെയിൻറ്റാണ്. ഇപ്പോൾ വേനൽക്കാലമല്ലേ. പിന്നെ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തോ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് പെട്ടെന്ന് മറന്നുപോയി. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് പറയാൻ വന്നത്, അപ്പോൾ നമ്മൾ വൺ സൈഡാണ് അടിച്ചെടുക്കണത് കണ്ടോ. പിന്നെ പരമാവധി താത്താണ്ട് അടിച്ചെടുക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്പീഡ് നമ്മൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ കണ്ടോ, വൺ സൈഡ് അടിച്ച് ആഞ്ഞെടുക്കുകയാണ്. ടാഗാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകെ തെറിക്കും, പുല്ലൊക്കെ ആകെ ഇതാവും. ഇത് നമ്മൾ വെളുപ്പിലാണ് അടിക്കുന്നത്, അതിൻ്റെ അടിയിൽ പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്, കമ്പികളുണ്ടാവും. അപ്പോൾ നമ്മൾ വൺ സൈഡ് സിമ്പിളായി അടിച്ച് എടുക്കുകയാണ് കണ്ടോ. എങ്ങനെയുണ്ട്? ഒരു 15-20 മിനിറ്റ് നേരം അടിച്ച് കഴിഞ്ഞാൽ ഒരു അര ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 2 ദിവസം ഒരു 10-15 മിനിറ്റ് വെച്ച് അടിക്കാൻ കിട്ടും. 15 മിനിറ്റ് അടിക്കുകയാണെങ്കിൽ നമ്മൾ 4-5-6 ചാക്ക് പുല്ലാവും. അത് സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ചാണ്. നല്ല സ്ഥലവും നല്ല പുല്ലാണെങ്കിൽ പടപടയെന്ന് 15-20 മിനിറ്റ് അടിച്ച് കഴിഞ്ഞാൽ 5-6-7 ചാക്കൊക്കെ പുല്ലാവും. അപ്പോൾ അതാണ്ടോ എന്തൊരു സാധനം തെറിച്ച് പോയതുകൊണ്ട് നമ്മളതങ്ങനെ സേഫാക്കി വൺ സൈഡ് അടിച്ച് കാരണമാണ് നമുക്കത് പ്രശ്നങ്ങളില്ലാണ്ട് പോകണം. അത് അത്രയും ഇതിലാണ്. ഒരു ചെറിയ പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒരു ചെറിയൊരു സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പുല്ലാണ് നമ്മൾ ഫസ്റ്റ് ദിവസം ഞായറാഴ്ച ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോയ്ക്ക് വേണ്ടി അടിച്ചത്. ഈ പുല്ലല്ല കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത്. ഞാൻ അത്ര ഇൻട്രസ്റ്റോട് കൂടിയല്ല തിന്നുന്നത്. അപ്പോൾ നമ്മൾ കൈത്തീറ്റകളൊക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി നിർത്തിക്കോ. ഇനിയുള്ള ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് കൂട്ടണ്ട. കഷ്ടി നമുക്ക് മുന്നിൽ ഏകദേശം ഒരു 100-120 ദിവസമുണ്ട്. നല്ല മാതിരി പച്ചപ്പുല്ലും നല്ല മാതിരി കൈത്തീറ്റി നല്ല മാതിരി സപ്ലിമെൻറ്റ്സൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഏത് പോത്തും വളരും. ചെറുതായാലും വലുതായാലും ഒക്കെ വളർന്ന് കയറി വരും. അപ്പോൾ ആർക്കും അപകടങ്ങളൊന്നും ഇല്ലാതെ ദൈവം എടുത്ത പണി പൂർത്തിയാക്കാൻ സഹായിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഒക്കെ ദൈവത്തിൻ്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നമ്മൾ മനക്കോട്ട കിട്ടിയിട്ട് കാര്യമില്ല, മനക്കോട്ട കിട്ടിയിട്ട് കാര്യമില്ല. ഒക്കെ എല്ലാം നല്ലതിനായിട്ട് വരട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട്.